Granites, MLA Road, Palluruthi. Contact 94465 67002, 98460 60976, 94470 52436. അങ്കമാലിയിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. അങ്കമാലിയിലെ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയിൽ സമീപ പ്രദേശങ്ങളിലെ 5 റെസിഡൻസ് അസോസിയേഷനുകൾ സംയുക്തമായി നടത്തുന്ന സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് അങ്കമാലി ഡോൺ ബോസ്കോ സ്കൂൾ ഗ്രൗണ്ടിൽ ഡോൺ ബോസ്കോ റെക്ടർ ഫാദർ ജോസഫ് ഇലവനാൽ ഉദ്ഘാടനം ചെയ്തു. AMRA പ്രസിഡന്റ് കെ പൗലോസ്, ഡോൺ ബോസ്കോ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിൻസൺ കോതുകുളങ്ങര, ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജി വാക്കേൽ, മെമ്പർമാരായ ഉണ്ണി റോയ്, കല്ലുപാലം നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ബെന്നി പള്ളിപ്പാട്ട്, ചൈതന്യ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജു ചാക്കോ, കോതകുളങ്ങര ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, TB നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി KD ജയൻ, സുനിൽ ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. അങ്കമാലി മേഖലയിലെ വിവിധ റെസിഡൻറ്റ് അസോസിയേഷനുകൾ ചേർന്ന് നടത്തുന്ന സമ്മർ കാല ഫുട്ബോൾ ക്യാമ്പാണ് നമ്മുടെ ഡോൺ ബോസ്കോ സ്കൂളിൽ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങിയിട്ട് 6ാം ദിവസമായ ഇന്നത്തെ ദിവസം ഏകദേശം 50ഓളം കുട്ടികളാണ് ഞങ്ങളുടെ ഈ ക്യാമ്പിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ സോളി സേവ്യർ സാർ ആണ് ആഴ്ചയിൽ 2 ദിവസം വന്ന് ഇവിടെ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്. പ്രധാന കോച്ചായിട്ട് സ്റ്റീഫൻ സാറാണ് ഈ ക്യാമ്പ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലാ സീനിയർ സ്റ്റേറ്റ് പ്ലെയറായിരുന്ന KM സ്റ്റീഫനാണ് മുഖ്യ പരിശീലകൻ. ഇന്ത്യൻ ഫുട്ബോൾ ടീം സെലക്ടറും FC ക്ലബിന്റെ മുഖ്യ പരിശീലകനുമായ സേവ്യർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പരിശീലനം നൽകുന്നു. രാവിലെ 6:20 മുതൽ 8:30 വരെയാണ് ക്യാമ്പ്. ഡോൺ ബോസ്കോ സ്കൂളിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ AMRA അങ്കമാലി മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷനിലെ കൂട്ടായ്മയായ AMRA നോർത്ത് സോൺ കൂടി നടത്തുന്ന 5 അസോസിയേഷനുകൾ ചേർന്ന് നടത്തുന്ന ഈ ക്യാമ്പിലെ പറ്റിയുള്ളൊരു വിശദീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. AMRA നോർത്ത് സോണിൽപ്പെട്ട കോതകുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ, കോതകുളങ്ങര ടെമ്പിൾ നഗർ റെസിഡൻസ് അസോസിയേഷൻ, ചൈതന്യ നഗർ റെസിഡൻസ് അസോസിയേഷൻ, കല്ലുപാലം നഗർ റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ TB നഗർ റെസിഡൻസ് അസോസിയേഷൻ, ഇത്രയും അസോസിയേഷനുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. വളരെ വിജയകരമായി ഇന്നേ ദിവസങ്ങളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പിലേക്ക് ന്യൂസ് ബ്യൂറോ, അങ്കമാലി.